പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിൽ സജീവമായ വേദികൾക്കൊപ്പം അണിയറയിൽ പിന്നണിയിൽ അത്രയും സജീവമായിട്ടുള്ളൊരു വലിയൊരു വിങ് തന്നെ വേണം. ഇപ്പം ഞാൻ നിൽക്കുന്ന ഇവിടെയാണ്. ഇതിൻ്റെ പ്രോഗ്രാമുകൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ വേദികളിൽ ആരൊക്കെ പോകണം, ഏതൊക്കെ ജഡ്ജസ് വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന പാനലുകളെ നിശ്ചയിക്കുന്ന ആളുകളൊക്കെയാണ് ഇവിടെയുള്ളത്. നമ്മുടെ ടീച്ചേഴ്സും പലയിടങ്ങളിലോ എല്ലാവരും ഇവിടെയുണ്ട്. അപ്പം സർ, എങ്ങനെയാണ് പരിപാടികളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. നന്നായി പോകുന്നു. രാവിലെ 10 മണി മുതൽ മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പ്രോഗ്രാം കമ്മിറ്റിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ KSTA, കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷനാണ് ഈ പ്രോഗ്രാം ചുമതല. അപ്പോൾ ഞങ്ങൾ 100 പേരടങ്ങുന്ന ടീമാണ് ഇന്ന് നടക്കുന്നത്. ബാക്കി നമ്മുടെ എല്ലാ അധ്യാപകരും വേദികളിലാണ്. വേദികൾ നല്ല സജ്ജമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ ബാക്കിയുള്ള ജോലികളൊക്കെ എന്തൊക്കെയാണ് ഇവിടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ജോലികളും ജഡ്ജസിനെ നമ്മൾ കൃത്യമായ റൂമുകളിലേക്ക് എത്തിക്കുന്നു. അവരുടെ ടാബ്ലറ്റ് ഷീറ്റുകൾ വരുന്നു, അത് ഡീകോഡ് ചെയ്യുന്നു, ഞങ്ങൾ IT റൂമിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യുന്നു. സംസ്ഥാന കലോത്സവത്തിൻ്റെ മാതൃകയിൽ റിസൾട്ട് അപ്പോൾ തന്നെ www.kalotsavam.net റിസൾട്ട് പൊതുജനങ്ങൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും അപ്പോൾ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 25-ലധികം അധ്യാപകർക്കാണ് മേൽനോട്ട ചുമതല. റിസൾട്ടുകൾ സോർട്ട് ചെയ്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതിനാവശ്യമായ ഡാറ്റകൾ ഇവിടെ നിന്നും നൽകും. പ്രോഗ്രാംസ് കഴിയുമ്പോൾ വേദിയിൽ നിന്ന് ഇവിടേക്ക് റിസൾട്ട് കൊണ്ടുവരികയാണ്. റിസൾട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് എല്ലാതും സ്കോർ ഷീറ്റും ടാബ്ലേഷൻ ഷീറ്റും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡീകോഡ് ചെയ്തിട്ട് ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മെയിനായിട്ടുള്ള പരിപാടികളാണ്. തെറ്റ് കൂടാതെ ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതുവരെ കറക്റ്റായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ എല്ലാതും ചെയ്ത് ഇതുവരെയുള്ള ഓരോ വേദിയിലും എല്ലാ പരിപാടികളും ഇപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ പരിപാടികളാണ് നടക്കുന്നത്. ടീച്ചറെ, എന്തൊക്കെയാണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണല്ലേ? വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ്. കാരണം ഇവിടെ പ്രോഗ്രാം കമ്മിറ്റിയിൽ 2 ദിവസമായിട്ട് ഇതേ സെയിം ഡ്യൂട്ടി തന്നെ എടുത്തു വരികയാണ്. വളരെ ശ്രദ്ധിച്ച് ഡീകോഡിങ് ചെയ്യണം. അതന്നെ എല്ലാം പെർഫെക്റ്റായി നടന്നു പോകുന്നു. ഈ അപ്പീൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടേക്കാണോ? അല്ല, അത് വേറെ അപ്പീൽ കമ്മിറ്റി ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുന്ന് വരുന്ന റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് സോർട്ട് ചെയ്ത് അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തിട്ട് ഞങ്ങൾ IT റൂമിലേക്ക് മാറ്റും. വെബ്സൈറ്റിലേക്ക് അവരത് ചെയ്യും. NCV ന്യൂസ്, പൊന്നാനി. എടപ്പാളിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നവംബർ 10 ഞായറാഴ്ച മുതൽ നവംബർ 12 ചൊവ്വാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, എടപ്പാളയം ഗ്രൗണ്ട്, ഗ്രാൻഡ് ദുബായ് മാൾ, എതിർവശം, തൃശൂർ റോഡ്, എടപ്പാൾ.